ഓക്കെ ആണോ? റെഡി? ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഇന്ന് വാലന്റൈൻസ് ഡേ, ദ വെരി വെരി സ്പെഷ്യൽ പ്രോഗ്രാം ആണ് ലവ് സ്റ്റോറി. വാലന്റൈൻസ് ഡേ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഞാൻ വാലന്റൈൻസ് ഡേ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിച്ചിട്ടില്ല. ആഗ്രഹമില്ലായിട്ടല്ല, അങ്ങനെ ഒരാള് നമ്പർ ഓഫ് പ്രപ്പോസൽസ് അതങ്ങോട്ടായിരിക്കും. എന്നോട് ഒരു 5ാം ക്ലാസ്സിലെ ചെക്കനങ്ങാണ്ട് ഞാൻ +2 പഠിക്കുമ്പോ ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, ചേച്ചി കല്യാണം കഴിക്കാൻ താല്പര്യം, എനിക്ക് കുറച്ച് വയസ്സ് കുറവാണ്, എന്നാലും അവൻ ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാച്ചിരിക്കും. കോളേജിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പം ഓണം ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് നടക്കാത്ത പെൺകുട്ടികൾ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് വരുന്ന ദിവസം ആൺപിള്ളേർക്ക് ഭയങ്കര ക്രഷ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. സിനിമയിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ സ്പാർക്ക് അടിക്കാൻ നിന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അങ്ങനെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ സ്പാർക്ക് അതെ ചെക്കന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ചെക്കൻ കൊള്ളാം കാണാൻ, ആ സൈഡിൽ നിൽക്കുന്ന ചെക്കനെ നോക്ക്, ആ സൈഡിൽ നിൽക്കുന്ന ചേട്ടനെ നോക്ക് എന്നൊക്കെ പറയുമായിരിക്കും. ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യലില് നസ്ലിനെ കാണാൻ വേണ്ടി ഒരു ഹാർഡ്കോർ ഫാൻ തീർച്ചയായിട്ടും പറയാം. ഭയങ്കര ഫാനാണ്. താങ്ക് യു. എണീറ്റപ്പോ തന്നെ നസ്ലിന്റെ മുഖമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. കണ്ടിട്ട് എനിക്ക് എന്താ പറയുന്നത്, ഷൂസിന്റെ എത്ര പെട്ടെന്ന് കെട്ടിക്കോളാൻ. ഞാൻ നെറ്റുണ്ടോന്നേക്കണ ബട്ടർഫ്ലൈ കണ്ട് എന്റെ അടിവയറ്റിലുള്ള ബട്ടർഫ്ലൈ നേരെ പറന്നു കാർത്തിക. എന്റെ അറിവില് യുവർ ഫാദർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഐ ഹാവ് എവർ സീൻ. കാരണം ഇത്ര നല്ലൊരു ആർട്ട് ഉണ്ടാക്കി. ഇംപ്രസ് ആയി പറയാ, അല്ലെങ്കിൽ നീ കേൾക്കേണ്ടി വരും. ആക്ച്വലി ഈ സെയിം കഥ പോലെയാണ് ഈ ചേച്ചിന്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ കഥ പറഞ്ഞപ്പോ അങ്ങനെ തന്നെ ഇത് സെയിം ആണല്ലോ. ചെടിയിലുണ്ട് വിത്ത്, മൂക്കിലുണ്ട് കുത്ത്, നീയാണ് എന്റെ മുത്ത്. താങ്ക് യു ജിഞ്ചർ മീഡിയ, എന്റെ ആദ്യത്തെ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആക്കി തന്നത്. നമ്പർ 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി JM അക്കാഡമി, കമ്മിറ്റഡ് ടു എക്സലൻസ്. മികച്ച പരിശീലനത്തിലൂടെ ഉന്നത വിജയം നേടാം. അപ്പോൾ ഈ ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഷോയിൽ ഇന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ളത് ഇന്നത്തെ ഡേയുമായിട്ട് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ഇറങ്ങാൻ പോവുകയാണ്, പ്രേമലു എന്ന് പറയുന്ന മൂവി. അപ്പോൾ പ്രേമലു എന്ന മൂവിയിലെ നമുക്ക് വെൽക്കം ചെയ്യാം നസ്ലിൻ ആൻഡ് മമിത. ഹലോ, താങ്ക് യു. അപ്പോൾ വെൽക്കം ഈ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഷോയിലേക്ക് ഒരു വലിയ വെൽക്കം. താങ്ക് യു. ചെയ്തിരുന്നു? ഇല്ല, ഇത് ഗംഭീരായിട്ടുണ്ട്. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വരാൻ നേരത്താ പറഞ്ഞത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിരിക്കും ഷോ. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവിടെ നിന്ന് ബ്രോ ഹായ് എന്ന് പറഞ്ഞു എന്താണ് സംഭവം? മമിത ആദ്യം ചോദിച്ചതാണ്, അതെ ഈ ബലൂണൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? അതെ, സീറ്റിലും ബലൂണ്, താഴെയും ബലൂൺ. അതെ. അപ്പൊ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് പ്രേമലു തന്നെയാണ്. അതിന്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടു. അപ്പം അതിന് ആ ട്രെയിലറെ പറ്റിയും കൂടുതൽ ചോദിക്കാനുണ്ട്. എന്താണ് പരിപാടി? ഗിരീഷ് ഷെഡിയുടെ തന്നെ നെക്സ്റ്റ് മൂവിയിൽ നിങ്ങൾ പറയൂ വീണ്ടും. പ്രേമലു ഈ പറഞ്ഞ പോലെ ഗിരീഷ് ചേട്ടന്റെ ഇപ്പം 3ാമത് റിലീസാകാൻ പോകുന്ന പടമാണ്. അപ്പം നസ്ലൻ, ഞാൻ, അതേപോലെ കുറേ ക്രൂ ഉണ്ട്, കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. ഇപ്പോൾ അഖില ചേച്ചി, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, മീനാക്ഷി, ഷമീർ ഖാൻ. അപ്പൊ ഇവരെല്ലാം എന്താ പറയാ, പിന്നെ കുറെ തെലുഗു ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ സിനിമാ പശ്ചാത്തലം മൊത്തം ഹൈദരാബാദിലാണ്. അതെ, ഒരു 95% നമ്മൾ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോ പിന്നെ അറിയാവുന്ന ക്രൂ ആണ്. അപ്പൊ മൊത്തത്തില് ഭയങ്കര അടിപൊളിയായിരുന്നു. ഷൂട്ടും എല്ലാം ഭയങ്കര രസകരമായിട്ട് പോയായിരുന്നു. ഓട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊറേ ഓടി. അത് എത്ര ടേക്ക് എടുത്ത് കാണുമായിരിക്കും? കൊറേ 8-9 എടുത്ത് കാണും മിനിമം എന്തായാലും. ഈ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ഒരു ഡേയും ഈ മൂവിയായിട്ട് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? എന്താണ് ഈ മൂവി നസ്ലിൻ?
ഇതൊരു റോം സിനിമയാണ്, റൊമാൻറ്റിക് കോമഡി ഇതിൽ ജോണറിൽ വരുന്ന ഗിരീഷേടി സിനിമകളെ പോലെ തന്നെ എല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഗിരീഷേടിയെ പറ്റി പറയുമ്പോൾ പുള്ളിയുടെ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഒരു ജോണർ പരിപാടി അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു പക്ഷെ ഇതുവരെ ഗിരീഷേട്ടൻ ചെയ്ത സിനിമകളിൽ നിന്നും കുറച്ചുകൂടി ഇത് സിനിമയുടെ സ്കെയിലാണെങ്കിലും കുറച്ചുകൂടി ഒരു വ്യത്യാസമുള്ള ഒരു ഡിഫറെന്റ് സിനിമയാണത്. അത് തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ട്രെയിലറിൽ കണക്ട് ചെയ്ത് വേറെ കാര്യം ചോദിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതായത് ഇത് പറയുന്ന പോലെ ഒരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി, ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ കല്യാണ വീട്ടിൽ ചെന്ന് അവിടെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. അപ്പം ആ ഒരു പരിപാടിയാണല്ലോ ഇത്. ശരിക്കും നോക്കുവാണെങ്കിൽ ഡേയും ഒരു സ്പെഷ്യൽ ഡേ ആണ് തീർച്ചയായിട്ടും. നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു, അത് ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവിന്റെ ആയിരിക്കാം, അങ്ങനെ ചെന്ന് കണ്ട് കിട്ടുന്ന ഒരു സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ കസിൻസിന്റെ അടുത്തായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ലെ ഈ മൂവിയായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ? ഇതിനും സിനിമയിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ സ്പാർക്ക് അടിക്കാൻ നിന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അങ്ങനെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ ഒരു 3 പേരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുമല്ലോ, നോക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ മാന്യനായിട്ട് പുറമേ കാണിക്കണമല്ലോ, അതുകൊണ്ട് അനിവാര്യമാണ്. അല്ലെങ്കിലും ഇൻസൈഡ് നമ്മള് അല്ല, അത് ശരിക്കും മമതയ്ക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇതുപോലുള്ള ഫംഗ്ഷൻ അല്ലെ അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഒരു ഈ സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹത്തിനെ പറയുന്നില്ല, അല്ലെങ്കിൽ യെസ് ഫംഗ്ഷന് പോകുമ്പോൾ കൂടുതൽ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ കൂടുതലും പെൺപിള്ളേരെയാണ് പോയി നോക്കാറ്. കാരണം അവർ ഒരുങ്ങി വരും, ഭയങ്കര രസമായിരിക്കും അവരെ കാണാൻ. അപ്പൊ എനിക്ക് പെൺപിള്ളേർ ഒരുങ്ങി വരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ. പക്ഷെ ഇതെല്ലാം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റൂട്ടോ ഭയങ്കരമായിട്ട്. ഇത് അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പ്രേമിക്കാൻ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഉറപ്പായിട്ടും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്, ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇത് നമുക്കന്ന് തോന്നിയ പോലത്തെ എന്നുള്ളൊരു, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത സുഹൃത്തിനോ അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ആ ഡയലോഗ് തന്നെ എടുത്ത് വീണ്ടും ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞിട്ട് യെസ് പെൺപിള്ളേരെ കൂടുതൽ ശ്രദ്ധിക്കും, കാരണം അവരുടെ ആക്സസറീസ് പിന്നെ അത് ഭയങ്കരമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ. പിന്നെ അതേപോലെ ചെക്കന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ചെക്കൻ കൊള്ളാം കാണാൻ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങനെ പറ്റത്തില്ല. ഈ പറഞ്ഞ നസ്ലം പറഞ്ഞ പോലെ ഈ 3 പേര് നമ്മളെങ്കിലും നോക്കി നിൽക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഉണ്ടാവും, ആ സൈഡിൽ നിൽക്കുന്ന ചെക്കനെ നോക്ക്, ആ സൈഡിൽ നിൽക്കുന്ന ചെക്കനെ നോക്ക് എന്നൊക്കെ പറയുമായിരിക്കും. ഇതിലൊരു ചോദ്യം ചോദിക്കട്ടെ, അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫിലിം ആക്ടർ ആകുക അല്ലെങ്കിൽ സംതിങ് ഇൻ ടു ദ മീഡിയ, അല്ലെങ്കിൽ മീഡിയയിലാകുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കാനുണ്ടാവാം. അപ്പോൾ അവിടെ പറയുന്ന പോലെ 1, 2, 3 കാര്യങ്ങൾ, ചില കാര്യങ്ങളിൽ ആ ഒരു ഫ്രീഡം അഫക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ ഇപ്പം ഇഫ് യു ലൈക്ക് സംവൺ അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്ടറല്ലേ നോക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ, അത് ചിലപ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങൾക്കായിരിക്കാം അങ്ങനെ തോന്നിയ ഒരു നെഗറ്റീവ് പോസിറ്റീവ്സ് ഉണ്ട്. എന്തായിരിക്കും ആ ഒരു ഫ്രീഡം ഒരു ലോസ്റ്റായി പോയി എന്ന് തോന്നിയ? ഇതുപോലെ നമ്മളിപ്പോ അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ലല്ലോ. നമുക്ക് പ്രൈവസി ആവശ്യമുള്ള സമയം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് പല സമയങ്ങളിലും നമുക്ക് കിട്ടാറില്ല. അതായിരിക്കും ഏറ്റവും കൂടുതലും നമ്മളെ എഫക്ട് ചെയ്യുന്നത്, പ്രൈവസി അഫക്ട് ചെയ്ത വൺ ഓഫ് ദ മെയിൻ സംഭവം. സെയിം തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് മോളിൽ പോവുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ചില സമയത്ത് നമുക്ക് പോകാൻ പറ്റാതെ വരും. ചില സമയത്ത് ഇപ്പം അതെന്താന്ന് വെച്ചാൽ കൂടെ വരുന്നവര് അത് ആഗ്രഹിക്കുന്നില്ല. കൂടെ വരുന്നവര് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഫ്രണ്ടായിട്ടാണ് അവരാദ്യം വേണ്ട. അപ്പം ഞാൻ പല സമയത്ത് ഇപ്പം എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ അവർ വെയിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ 2-3 ആൾക്കാർ വരുമ്പോഴത്തേനും പിന്നെയും വെയിറ്റ് ചെയ്യും. അവരതല്ല ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ കഴിക്കുന്ന സമയത്ത്
ഇങ്ങനെ ഫോട്ടോ എടുത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആഗ്രഹിച്ച ഒരു കാര്യമാണിത്. അപ്പോൾ എനിക്ക് അതിനെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ സംടൈംസ് നമുക്ക് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു നമ്മളായിട്ട് നിൽക്കാതെ പബ്ലിക്കലി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഇത് അതല്ലാതെ നമ്മൾ അറിയുന്നവരാണല്ലോ, അപ്പൊ തീർച്ചയായിട്ടും പിന്നെ അവർക്ക് വേണ്ടി നിൽക്കുകയും വേണം. അവര് നമ്മളുടെ അടുത്തേക്ക് ഇഷ്ടത്തോടെ വരുന്നതല്ലേ. അപ്പം ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പോലും പാടില്ലാത്ത. പക്ഷെ എന്നാലും അതെ, ഈ മൂവിയിൽ നിങ്ങൾ കുറെ സീൻസ് ചെയ്തിട്ടുണ്ടാവും. അതിലേറ്റവും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു സീൻ ഏതായിരിക്കാം? മേ ബി അത് ചിലപ്പോൾ ഒരു മോസ്റ്റ് റൊമാൻറ്റിക് സീൻ ആയിരിക്കാം കേട്ടോ, വാട്ട് എവർ. എനിക്ക് ഇതിലൊരു പബ് സീനുണ്ട്, അതൊരു വലിയൊരു എപ്പിസോഡാണ് ആ പബിന്റെ. എനിക്ക് ആ മൊത്തം എപ്പിസോഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല, തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് തുടക്കം, ആ പബ് സീൻ തുടക്കം മുതൽ അത് എൻഡ് ചെയ്യുന്നവരെ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. മൊത്തം സിനിമ രസമായിട്ടുണ്ട്. എനിക്കത് ആ പബ് സീനും പിന്നെ ക്ലൈമാക്സ് പരിപാടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമയിൽ. ആണെങ്കിലോ ഏറ്റവും കൂടുതൽ ടേക്ക് പോയതാവാം കേട്ടോ. അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് ഈ പറഞ്ഞ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പിന്നെയും പർട്ടിക്കുലറായിട്ട് സീൻ വൈസ് ഭയങ്കര എൻജോയ് ചെയ്തതൊക്കെ ക്ലൈമാക്സ്, പബ്, ഈ പറഞ്ഞ പോലെ പിന്നെ കല്യാണത്തിൻ്റെ ഇടയിലുള്ള കുറച്ച് സീൻസ്, അങ്ങനത്തെ പിന്നെ കല്യാണത്തിൽ നടക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. അതിനെ ഫോട്ടോ ഫ്രെയിം പോലെ ഇങ്ങനെ ആക്കുന്നതും അതിനകത്ത് കുറേ ടിക് സാധനങ്ങളുണ്ട്. ഇനി നമ്മളെ മാക്സിമം ഒരു യൂത്ത് അല്ലെങ്കിൽ പിള്ളേരെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ആണോ എന്ന് ട്രെയിലറിൽ നമ്മൾക്കത് തീർച്ചയായും ആണ്. ഇത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആ ഒരു ഏജ് റേഞ്ചിലുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള യൂത്ത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ആയിരിക്കും ഈ സിനിമ കൂടുതൽ വർക്കാവുന്നത്. അവർക്കായിരിക്കും കുറച്ചുകൂടി ഇപ്പോഴത്തെ ഇതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ഒരു ഫാമിലി ഓഡിയൻസിനും ഇത് കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയാണ്. എന്തായാലും എന്താ പറയാ, ഫൺ എന്റർടൈനിങ് ആണ് മൊത്തത്തില്. അതെ, രസിച്ച് കണ്ടിരിക്കാം, ഒരു ടെൻഷനും ഇല്ലാതെ. പടത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ അവസാനം വരെ വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന ടൈമിൽ നമുക്ക് ഓരോ ഡേയും ഓരോ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മദേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ചിലപ്പോൾ ഒരു റെഡ് ഹാർട്ട് ആവാം, അല്ലെങ്കിൽ ചില ഇൻസിഡൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തി ആവാം. മേ ബി ഓഫേഴ്സ് ലവ് ആയിരിക്കാം, ഇറ്റ് ക്യാൻ ബി, കുഡ് ബി ആവാം. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ? ഞാൻ വാലന്റൈൻസ് ഡേ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിച്ചിട്ടില്ല. ഞാൻ എന്ത് വാലന്റൈൻസ് ഡേ, അതായത് 14th ഫെബ്രുവരി ആഗ്രഹമില്ലായിട്ടല്ല, ഉണ്ടായിട്ടില്ല. സ്കൂൾ കോളേജ് ആ ഒരു സമയത്ത് ശരിക്കും സത്യമായിട്ടും ഞാനും അങ്ങനെ, എനിക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല സത്യം പറഞ്ഞ. എല്ലാവരും ഈ വാലന്റൈൻസ് ഡേ ഈ കാർഡുകളും ഒക്കെ അത് കണ്ടുപരിചയം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഡയറി മിൽക്കൊക്കെ കൂട്ടുകാരന്മാര് മ്യൂസിക് കേൾക്കുന്ന കാർഡുണ്ട്. അതല്ലാതെ വാലന്റൈൻസ് ഡേക്കില്ല. വാലന്റൈൻസ് ഡേക്കും ഉണ്ട്. മറ്റേ ഈ റൊമാൻറ്റിക് സോങ്ങിന്റെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് സാർ അത് മേടിച്ച് വലിയ വിലയിൽ കൊടുക്കുന്നു. അപ്പൊ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, ആ ഒരു സാഹചര്യം കൊണ്ടുവരുന്നവനെ കളിയാക്കും. എന്ത് ചീസി എന്താടാ, നമുക്കുള്ളില് ചിലപ്പോ വിങ്ങായിരിക്കും, ഉള്ളില് മൈൻഡിൽ ഒരു വ്യക്തി ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, പണ്ട് പറയാനും ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോ മേ ബി ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് നോക്കുമ്പോ ഇപ്പഴത്തെ കൊച്ചു പിള്ളേര് വരെ, അതെ കൊച്ചു പിള്ളേര് എന്നോട് ഒരു 5ാം ക്ലാസ്സിലെ ചെക്കൻ അങ്ങാണ്ട്, ഞാൻ +2 പഠിക്കുമ്പോ ഒന്ന് പറഞ്ഞേന്ന്, ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, ചേച്ചി കല്യാണം കഴിക്കാൻ താല്പര്യം, എനിക്ക് കുറച്ച് വയസ്സ് കുറവാണ്, എന്നാലും എങ്ങനെയാണ് പഠിക്കുന്നേ.
അവൻ ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാച്ചിരിക്കും. എന്താ തെറ്റ് അവന്റെ point of view ല്? പിന്നെ പിന്നെ അത്രയും ഫ്രീ ആണിപ്പോ ആക്ച്വലി. ഒരു പേടിയില്ല, ആരാണെങ്കിലും പറയാം. നോ സീൻ എന്നുള്ള രീതിയിലാണ്. പണ്ട് 5 പഠിക്കുമ്പോ ഇങ്ങനെ നോക്ക, അയ്യോ ഞാൻ എന്നെ നോക്കി എന്നുള്ള സ്കീം നമ്മൾ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. ഒന്ന് സംസാരിക്കാൻ ഒരു 5 സെക്കൻഡ് കിട്ടിയ ആ ഡേ വാവുമായിരുന്നു. ഇപ്പം നസ്ലിനും അങ്ങനെ എന്തെങ്കിലും ഇല്ല. സത്യമായിട്ടും എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളും ഇപ്പൊ പുതിയ പിള്ളേരിൽ പെടുന്നതാണ്. ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നു. അതെ അതെ. പക്ഷെ എനിക്കും ഇതേപോലെ ഭയങ്കര പേടിയായിരുന്നു ആ ഒരു സമയത്തൊക്കെ സംസാരിക്കാനും. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ എന്നുള്ള ആ ഒരു സാധനമായിരുന്നു. അപ്പം വേറൊരു കാര്യം പറയാൻ പോവുകയാണ്. ഇപ്പം നമ്മളൊരു സ്പെഷ്യൽ ഒരു പേഴ്സൺ ഇവിടെ വന്നിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ ആണ് എന്ന് ഞങ്ങൾ എന്തായാലും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം ആ വ്യക്തിനെ. ഹൂ ഈസ് ദ, എനിക്ക് തോന്നുന്നു 2 പേരുണ്ടെന്ന്, നോക്കട്ടെ, ഒന്ന് ട്രൈ ഔട്ട് ചെയ്താ. ഓക്കെ, ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യലില് നസ്ലിനെ കാണാൻ വേണ്ടി ഒരു ഹാർഡ്കോർ ഫാൻ ഗേൾ എന്ന് തീർച്ചയായിട്ടും പറയാം. ആൻഡ് ഷീ ഈസ് വെയിറ്റിംഗ് ടു സീ യു ആൻഡ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ വെൽക്കം പ്ലീസ്. എന്റെ പേര് തൃഷ. ഞാൻ ഭയങ്കര ഫാനാണ്. ഞാൻ സെന്റ് തെരേസസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെയൊക്കെ ചെന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ വിളിച്ച് കുറെ പ്രാവശ്യം വിളിച്ചു. പക്ഷെ അതിന് എന്നെ നോക്കണമൊന്നുമില്ല. മൂവി പ്രൊമോഷന് ചെന്നപ്പോഴേക്കും എന്നെ മൈൻഡ് ഒന്നും ചെയ്തില്ല. അവിടെ വേറെ പെൺപിള്ളേരെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, നമ്മളെയൊന്നും മൈൻഡ് ചെയ്തില്ല. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. അത് ചിലപ്പോ ആ പെൺകുട്ടി അങ്ങോട്ട് വന്ന് ഞാനല്ലാതെ എനിക്കൊരു ഹഗ് തരൂ ആരെങ്കിലും. പക്ഷെ ഇത്ര നല്ല ചാൻസ് കിട്ടിയില്ല ഇങ്ങനെ അടുത്തിരുന്ന്. അതാണ് ഇപ്പൊ ഞാൻ രാവിലെ എണീറ്റപ്പോ എനിക്കിന്നൊരു നല്ല ദിവസമായിട്ട് തോന്നി. എണീറ്റപ്പോ തന്നെ നസ്ലിന്റെ മുഖമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. കൊറേ വിളിച്ച് അവിടെ നിന്ന് ഫ്രണ്ടിലൊക്കെ വന്ന് വിളിച്ചിട്ടും പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല. ബാക്കിലായിരുന്നോ? ഞാൻ ഇടയിൽന്നൊക്കെ വന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി, പക്ഷെ എന്നെ മൈൻഡ് ചെയ്തില്ല. ശരി, സോറി. എനിക്കിപ്പോ എന്താ പറയാൻ സോറി. ഞാൻ നിട്ടുണ്ടോന്നേക്കണ ബട്ടർഫ്ലൈ ഇതൊക്കെ ഉണ്ട്. എന്റെ അടിവയറ്റിലുള്ള ബട്ടർഫ്ലൈ നേരെ പറന്നു വന്ന എവിടെ കാർത്തിക. അയ്യോ എന്റെ ലൂസിന്റെ കെട്ടിക്കോട്ടെ. ലൂസിന്റെ കണ്ടിട്ട് എനിക്ക് എന്താ പറയണെന്ന് ഷൂസിന്റെ ലേസ് കെട്ടിക്കോട്ടെ. ഇത്ര പെട്ടെന്ന് കെട്ടിക്കോളാൻ പറയുന്നത് ഞാൻ വിചാരിച്ചു. എനിക്ക് ആക്ച്വലി തോന്നി ഞാൻ എന്റെ അമ്മേനെയും കൊണ്ടൊക്കെ വന്നേക്കുന്നേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആണല്ലേ ഇല്ല കാണുമ്പോ എന്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞത് കുഴപ്പമില്ല അല്ലേ? പോയിന്റ്. ചെടിയിലുണ്ട് വിത്ത്, മൂക്കിലുണ്ട് കുത്ത്, നീയാണ് എന്റെ മുത്ത്. മണിയാണോ മുത്താണോ? മുത്തും കൂടം. സയന്റിസ്റ്റ് ആണോ? ഞാനോ? അല്ല. You discovered the formula of my love. ഇത് കടുത്ത ആരാധികയല്ല. ഇത്ര നാള് കാത്തിരുന്നിട്ട് ഇപ്പോഴല്ലേ വന്നത്. അതെ അതെ. പിന്നെ തണ്ണീർമത്തല്ലൊരു ഡയലോഗ് പറഞ്ഞില്ലായിരുന്നോ, നിനക്കൊക്കെ നാണമില്ലടാ പെണ്ണുങ്ങളുടെ പുറകെ. അത് കേട്ടപ്പോ എനിക്ക് വിഷമായിട്ടോ. വളരെ സിനിമയ്ക്ക് വേണ്ടി പറയാറേ ഇല്ല. അതെ, ഗിരീഷ് പറയിപ്പിച്ചതാ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ശരിക്കും എനിക്കറിയാം. എനിക്ക് കണ്ടിട്ട് ഓക്കെ. പാട്ട് പാടാൻ വീണ, പല്ല് തേക്കാൻ മോണ, നീല്ലെങ്കിൽ എനിക്ക് ആകെ ക്ഷീണം. അയ്യോ പലതൊക്കെ ഇപ്പൊ ആകെ ക്ഷീണൊക്കെ മാറിട്ടോ. ബൂസ്റ്റയില്ലേ? പിന്നെ കണ്ടപ്പോ തന്നെ എന്റെ കണ്ണിലൊക്കെ ഇങ്ങനെ കണ്ണിൽ കൂടെ ബട്ടർഫ്ലൈ വയറ്റിലും വന്നു. വയറ്റിലും നേരെ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നേ ഓർമ്മയ്ക്കായിട്ട്. നസ്ലിൻ അത്രക്ക് ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നസ്ലിൻ അങ്ങോട്ട് മെസ്സേജ് ഒക്കെ എപ്പോഴും ചെയ്തിട്ടുണ്ടോ? ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാരെയും ഒന്നും നോക്കില്ലല്ലോ. അതെ അതെ.
പറ്റത്തില്ല. ഈ കുട്ടി എന്താ അയച്ചിട്ടുള്ളേ? എന്താ അയച്ചുള്ളേ? അല്ല ഞാൻ ഭയങ്കര ഫാനാണ്, ക്രഷാണ് എന്നൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടില്ല. ഇപ്പൊ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കും. ഓ താങ്ക് യു. നല്ല ഇത് കടുത്ത ആരാധികയല്ല. എന്ത് തോന്നുന്നു നസ്ലിൻ? താങ്ക് യു ജിഞ്ചർ മീഡിയ എന്റെ ആദ്യത്തെ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആക്കി തന്നതിന്. ഫസ്റ്റ് അടിപൊളി വാലന്റൈൻസ് ഡേ ഇതാന്നല്ലോ പറഞ്ഞല്ലോ. കൊള്ളായിരുന്നു. അപ്പം കുട്ടിക്ക് ഹാർട്ടൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി ആയി. ഇപ്പോഴും അവിടെ നിന്ന് ബ്ലഷ് ചെയ്യുന്നുണ്ട്.